Here third question, complete the following table. There are three columns here, number 1, number 2 and third column number 1 plus number 2. ഓരോ കോളം 3 കോളംസ് ആണ് നൽകിയിട്ടുള്ളത്. ഈ നമ്പർ 1 കോളം നൽകിയിട്ടുണ്ട്, നമ്പർ 2 കോളം നൽകിയിട്ടുണ്ട്, നമ്പർ 3യിൽ ഇത് രണ്ടും ആഡ് ചെയ്യുന്ന ഒരു കോളാണ് നമ്പർ 3. അതായത് നമ്മൾ സാധാരണ ചെയ്യുന്ന അഡീഷൻ എ പ്ലസ് ബി ഈക്വൽ ടു സി ആൻസർ ആണ്. ഇത് രണ്ടും ആഡ് ചെയ്തിട്ടുള്ള ആൻസർ ആണ് സി കോളത്തിൽ നമ്മൾ എഴുതുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ സി കോളം ആണ് ബ്ലാങ്ക് ആയിട്ടുള്ളത്. സെക്കൻഡ് ലൈനിൽ സെക്കൻഡ് കോളം ആണ് ബ്ലാങ്ക് ആയിട്ടുള്ളത്. തേർഡ് ലൈനിൽ ഫസ്റ്റ് കോളമാണ് ബ്ലാങ്ക് ആയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇത് സിമ്പിൾ ആണ്. ഇത് നമുക്ക് എന്താണ്, എ എന്നുള്ള ഒരു നമ്പർ ഉണ്ട്, ബി എന്നുള്ള നമ്പർ 2 ഉണ്ട്. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താണ് എന്ത് ചെയ്യേണ്ടത്, സി കോളം. അതായത് ഇത് രണ്ടും ആഡ് ചെയ്ത ആൻസർ ആണ് സി കോളത്തിൽ എഴുതേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്ക് നൽകിയിട്ടുള്ളത് 2,34,56,908 പ്ലസ് 45,67,123. ഇത് രണ്ടും ആഡ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, നിങ്ങളിവിടെ ആൻസർ എഴുതുക. ഓക്കെ, അപ്പോൾ ഇത് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ അഡീഷൻ എന്ത് ചെയ്യണം, നിങ്ങൾ നോട്ട്ബുക്കിലോട്ട് എഴുതണം. ആൻസർ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇവിടെ നമ്പർ 1 പ്ലസ് നമ്പർ 2 എന്നുള്ളടത്ത് ആൻസർ എഴുതാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അഡീഷൻ ചെയ്യേണ്ടത് നിങ്ങളുടെ നോട്ട്ബുക്കിലാണ്. ആൻസർ മാത്രം എന്ത് ചെയ്യുക, ഈ കോളത്തിലോട്ട് എടുത്തെഴുതുക. ഇനി സെക്കൻഡ് റോയിൽ സെക്കൻഡ് കോളമാണ് ബ്ലാങ്ക്. നമ്പർ 1 തന്നിട്ടുണ്ട്, ഈ രണ്ട് നമ്പേഴ്സ് ആഡ് ചെയ്ത നമ്പർ സി കോളവും തന്നിട്ടുണ്ട്. നമ്പർ 1 എന്നുള്ളത് 7,89,90,012 ആൻഡ് ആൻസർ. ഇത് രണ്ടും കൂടെ ഈ സെക്കൻഡ് കോളം ബ്ലാങ്ക് ആണ്. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്ത് കിട്ടുന്ന ആൻസർ എത്രയാണ്, 9,56,234. അപ്പോൾ ഇത് സി കോളം ആണ് ചെയ്ത് നമുക്ക് ഇത് രണ്ടും ആഡ് ചെയ്തിട്ട് ആൻസർ എഴുതാം. ഇവിടെ സെക്കൻഡ് കോളം നമ്പർ 2 ആണ് എന്ത് ചെയ്തിട്ടുള്ളത്, കണ്ടുപിടിക്കേണ്ടത്. അതെങ്ങനെ കണ്ടുപിടിക്കും, ഇപ്പം ആൻസറും നൽകിയിട്ടുണ്ട്, ഒരു നമ്പറും തന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ആൻസർ സെക്കൻഡ് കോളം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യുക, ആൻസറിൽ നിന്ന് ഫസ്റ്റ് നമ്പർ എന്ത് ചെയ്താൽ മതി, സബ്ട്രാക്ട് ചെയ്താൽ മതി. ഇപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് പറയാം എ പ്ലസ് ബി ഈക്വൽ ടു സി എന്ന് വിചാരിക്കുക. എ പ്ലസ് ബി ഈക്വൽ ടു സി. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്ത ആൻസർ സി. ഓക്കെ, അപ്പോൾ ഈ സി കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് ചെയ്താൽ മതി, എ എന്നുള്ള നമ്പറും ബി എന്നുള്ള നമ്പറും ആഡ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് സി എന്ന് കിട്ടും. ഓക്കെ, ഇനി അടുത്തത് എന്ത് ചെയ്യുന്നു, എ പ്ലസ് ഇവിടെ ബ്ലാങ്ക് ആണ്. ഇവിടെ എന്തുണ്ട്, ഏതാണ് നമ്പർ എന്ന് നമുക്ക് ബ്ലാങ്ക് ആണ്. ആൻസർ സി തന്നിട്ടുണ്ട്. ഇത്തരം അവസരത്തിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്, സെക്കൻഡ് ഇതാണ്, ഇവിടുത്തെ ഈ ബി നമ്പർ എന്തല്ല ബ്ലാങ്ക് ആണ്. അപ്പോൾ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ എന്ത് ചെയ്യും, നമുക്ക് ഈ ആൻസർ കിട്ടും. അപ്പോൾ എന്ത് ചെയ്യാന്ന്, ഇവിടെ സിയിൽ നിന്ന് ഈ ഫസ്റ്റ് നമ്പർ എന്ത് ചെയ്താൽ മതി, മൈനസ് ചെയ്താൽ മതി. അപ്പോൾ ബി ഈക്വൽ ടു സി മൈനസ് എ. സി മൈനസ് എ എന്ന് ചെയ്താൽ എന്ത് ചെയ്തു, ഈ ബി എന്നുള്ള ആൻസർ നമുക്ക് കിട്ടും. ആൻസറിൽ നിന്ന് ഒരു നമ്പർ സബ്ട്രാക്ട് ചെയ്താൽ എന്ത് ചെയ്യും, ഈ ബ്ലാങ്ക് ആയിട്ടുള്ള സെക്കൻഡ് നമ്പർ കിട്ടും. ഇനി നെക്സ്റ്റ് ഡാഷ് പ്ലസ് ബി ഈസ് ഈക്വൽ ടു സി എന്നാണെന്ന് വിചാരിക്കുക. ഫസ്റ്റ് നമ്പർ ബ്ലാങ്ക് ആണ്, രണ്ടാമത്തെ നമ്പർ തന്നിട്ടുണ്ട്, ആൻസറും തന്നിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്താൽ മതി, ഇവിടെ പ്ലസ് സിമ്പിൾ ആണെങ്കിൽ ഇതിന് ചേഞ്ച് ഒന്നും വരില്ല. ബി കണ്ടുപിടിക്കുന്നത് പോലെ തന്നെ എയും കണ്ടുപിടിക്കാം. അപ്പോൾ എ ഈക്വൽ ടു സി മൈനസ് ബി ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഇതാണ് ജനറൽ റൂള് എന്നുള്ളത്. എ പ്ലസ് ബി ഈക്വൽ ടു സി എന്നുള്ളതാണ് നമ്മളുടെ ഇവിടെ ഇക്വേഷൻ ഉള്ളത്. അപ്പോൾ സി കോളമാണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ ഇത് രണ്ടും ആഡ് ചെയ്താൽ മതി. ഇനി ബി കോളമാണ് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യാം, എ പ്ലസ് ഡാഷ് ഈക്വൽ ടു സി ആണെങ്കിൽ ബി നമ്പറാണ് കണ്ടുപിടിക്കണമെങ്കിൽ ആൻസറിൽ നിന്ന് മറ്റേ നമ്പർ സബ്ട്രാക്ട് ചെയ്താൽ മതി, സി മൈനസ് എ ചെയ്താൽ മതി. ഇനി ഫസ്റ്റ് നമ്പർ ബ്ലാങ്ക് ആണ്, ബിയും സിയും തന്നിട്ടുണ്ടെങ്കിൽ എ കണ്ടുപിടിക്കാൻ സി മൈനസ് ബി ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഇവിടെ എങ്ങനെ ചെയ്യണം, 9,56,234 മൈനസ് 7,89,90,012
12 മൈനസ് ചെയ്യുക. ഈ സി കോളത്തിൽ നിന്ന് എ കോളം മൈനസ് ചെയ്യുക. കിട്ടുന്ന ആൻസർ എന്ത് ചെയ്യുക? നമ്പർ 2 ആയിട്ട് ഇവിടെ എഴുതുക. ഇനി ഈ ആൻസർ നമ്മൾ കണ്ടെത്തിയ ആൻസർ റൈറ്റ് ആൻസർ ആണോ ശരിയാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി? ഈ രണ്ട് നമ്പേഴ്സ് നമുക്ക് ഈ കിട്ടിയ നമ്പറും ഈ ഫസ്റ്റ് നമ്പറും കൂടെ ആഡ് ചെയ്താൽ ഈ സി കോളത്തിലുള്ള നമ്പർ തന്നെ കിട്ടുന്നുണ്ടോ എന്നും കൂടെ ചെക്ക് ചെയ്താൽ എന്ത് ചെയ്യുന്നു? നമ്മുടെ ആൻസർ കറക്റ്റ് ആണെന്ന് ഉറപ്പുവരുത്താം. ഇനി ഫസ്റ്റ് കോളത്തിൽ ഇതാണ് കിട്ടാത്തതെങ്കിൽ എന്ത് ചെയ്യാം? സി മൈനസ് ബി ചെയ്താൽ മതി. അപ്പോൾ എ കോളം കിട്ടും. അപ്പോൾ 8,89,76,402 മൈനസ് 3,45,12,231. അപ്പോൾ സി മൈനസ് ബി ചെയ്താൽ എന്ത് ചെയ്യും? നമുക്ക് എ എന്നുള്ള ആൻസർ കിട്ടും. ഓക്കെ, ഇത്രയാണ് എന്ത് ചെയ്യേണ്ടത്? ഈ സൊല്യൂഷൻ എന്ത് ചെയ്താൽ മതി? നിങ്ങൾ നോട്ട്ബുക്കിലോട്ട് എഴുതുക. ആൻസേഴ്സ് മാത്രം എന്ത് ചെയ്യുക? ഈ കോളത്തിലോട്ട് എടുത്തെഴുതുക. ഓക്കെ. Fourth question. What should be added to 5,32,45,891 to get 5,89,44,603? ഇവിടെ ക്വസ്റ്റ്യൻ 5,32,45,891 കൂടെ ഏത് നമ്പർ ആഡ് ചെയ്താലാണ് നമുക്ക് ഏത് കിട്ടുക? 5,89,44,603 കിട്ടുക എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് കഴിഞ്ഞ ക്വസ്റ്റ്യൻ ചെയ്തതുപോലെ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇവിടെ എന്തൊക്കെ തന്നിട്ടുണ്ട്? എ എന്നുള്ളത് ബ്ലാങ്ക് ആണ്. എ നമുക്ക് നൽകിയിട്ടില്ല. പ്ലസ് ബി ഇവിടെ നൽകിയിട്ടുണ്ട്. ബി എന്നുള്ളത് എത്രയാണ്? 5,32,45,891 ഇവിടെ നൽകിയിട്ടുണ്ട്. എ നമുക്കറിയില്ല. 5,32,45,891 ഈക്വൽ ടു ഇവിടെ ആൻസറും തന്നിട്ടുണ്ട്. എത്രയാണ്? 5,89,44,603. ഇതാണ് നമുക്ക് നൽകിയിട്ടുള്ള നമ്പർ. അപ്പോൾ നമ്മളോട് ക്വസ്റ്റ്യൻ എന്താണ്? ഈ 5,32,45,891 കൂടെ ഏത് നമ്പർ ആഡ് ചെയ്താലാണ് 5,89,44,603 കിട്ടുക എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് ആൻസറും തന്നിട്ടുണ്ട്, ഒരു നമ്പറും തന്നിട്ടുണ്ട്. അപ്പോൾ ഈ എ എന്നുള്ള നമ്പറാണ് കിട്ടാത്തത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ മതി? സി മൈനസ് ബി ചെയ്താൽ മതി. അതായത് ആൻസറിൽ നിന്ന് ഈ ഒരു നമ്പർ എന്ത് ചെയ്താൽ മതി? സബ്ട്രാക്ട് ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ ചെയ്യേണ്ടത് 5,89,44,603 മൈനസ് 5,32,45,891 ചെയ്താൽ എന്ത് ചെയ്തു? നമുക്ക് ഫോർത്തിന്റെ ആൻസർ കിട്ടും. വാട്ട് ഷുഡ് ബി ആഡ്? ഏത് നമ്പറാണ് ആഡ് ചെയ്യേണ്ടത് എന്ത് ചെയ്യും? നമുക്കിവിടെ ആൻസർ കിട്ടും. ഓക്കെ, ആർ യു ക്ലിയർ? Fifth question. What should be subtracted from 8,85,69,471 to get 8,33,32,484? ഇനി ഈ നമ്പറിൽ 8,85,69,471 നിന്ന് ഏത് നമ്പർ വാട്ട് ഷുഡ് ബി സബ്ട്രാക്റ്റഡ് ഫ്രം എന്നാണ് ചോദിച്ചത്. സബ്ട്രാക്റ്റഡ് ഫ്രം കഴിഞ്ഞിട്ടുള്ള നമ്പർ ആയിരിക്കും. അതിൽ നിന്ന് ഏത് നമ്പർ സബ്ട്രാക്ട് ചെയ്യുമ്പോഴാണ് 8,33,32,484 കിട്ടുന്നതെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നേരത്തെ പോലെ എഴുതുകയാണെങ്കിൽ ഇവിടെ എന്താണ്? സബ്ട്രാക്ഷൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്ക് ഫ്രം നൽകിയോണ്ട് അതിൽ നിന്നാണ് ഏതൊന്നാണ് സബ്ട്രാക്ട് ചെയ്യുന്നതെന്നാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. അപ്പോൾ 8,85,69,471 മൈനസ് ഏതോ ഒരു നമ്പർ സബ്ട്രാക്ട് ചെയ്യുന്നുണ്ട്. ആ നമ്പർ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? നമുക്ക് കിട്ടുന്ന ആൻസർ 8,33,32,484 ആണ് ആൻസർ കിട്ടുക. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ഈ ഒരു നമ്പർ ഏതാണെന്നാണ് കിട്ടേണ്ടത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ഇവിടെ ഉള്ള നമ്പർ കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം? ഇതിൽ നിന്ന് ഒരു നമ്പർ സബ്ട്രാക്ട് ചെയ്യാം. നമ്മൾ നേരത്തെ അഡീഷൻ എഴുതി a പ്ലസ് ബി ഈക്വൽ ടു സി ആണെങ്കിൽ
എ is equal to സി മൈനസ് ബി, ബി is equal to സി മൈനസ് എ എന്നൊക്കെ എഴുതി. അതേപോലെ നമുക്ക് സബ്ട്രാക്ഷന്റെ ഇക്വേഷൻ എഴുതുകയാണെങ്കിൽ എ മൈനസ് ബി is equal to ആൻസർ സി ആണെന്ന് വിചാരിക്കുക. എ മൈനസ് ബി is equal to സി ആണ്. അപ്പോൾ നമുക്ക് ബി കിട്ടാൻ ആൻസർ ബി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, എ എന്നുള്ളതിനെ ഇപ്പുറത്തോട്ട് കൊണ്ടുവരാം. ബി എന്നുള്ളതിൻ്റെ കൂടെ അല്ലെങ്കിൽ ബി മൈനസ് ഇവിടെ അഡീഷൻ ആണ്. അപ്പോൾ ബീനെ ഇപ്പുറത്തോട്ട് കൊണ്ടുപോവുക, എനെ എന്ത് ചെയ്യുക ലെഫ്റ്റ് സൈഡിലോട്ടും കൊണ്ടുവരാം. അപ്പോൾ എന്ത് ചെയ്യാം, എ മൈനസ് സി ആയിരിക്കും. ബി കണ്ടുപിടിക്കാൻ ഈ മൈനസ് പോകാൻ വേണ്ടിയിട്ട് ബീനെ ഇപ്പുറത്തോട്ട് കൊണ്ടുവരാന്ന് വെച്ചെങ്കിൽ എ മൈനസ് സി കണ്ടുപിടിച്ചാൽ, അതായത് ഈ നമ്പറിൽ നിന്ന് ലാർജർ വാല്യൂ നിന്ന് ആൻസർ. ഇപ്പോൾ എന്താണ്, ഒരു ലാർജർ വാല്യൂ എന്ന് സബ്ട്രാക്ഷനിൽ പറഞ്ഞാൽ നമുക്ക് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ ചെറിയ വാല്യൂ ആണ് ഇവിടെ കിട്ടുക അല്ലേ, ആൻസർ ആയിട്ട് ചെറിയൊരു വാല്യൂ, ഈ എനേക്കാൾ ചെറിയ വാല്യൂ ആണ് സി ആയിട്ട് കിട്ടുക. ആയതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാം, എ മൈനസ് ബി ഈക്വൽ ടു സി ആണ് വെച്ചെങ്കിൽ ഒരു വലിയ നമ്പറിൽ നിന്ന് ഒരു നമ്പർ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നു, ഈ എനേക്കാൾ ചെറിയൊരു നമ്പറാണ് നമുക്ക് ഇവിടെ കിട്ടുക. അപ്പോൾ ഈ ചെറിയ നമ്പർ ഏതാണ് സബ്ട്രാക്ട് ചെയ്യുന്നത് എന്ന് കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, വലിയ നമ്പറിൽ നിന്ന് ഇവിടെ നൽകിയിട്ടുള്ള ചെറിയ നമ്പർ സബ്ട്രാക്ട് ചെയ്യാം. ഓക്കെ, അങ്ങനെയാണ് എന്ത് ചെയ്യാം, ഇതിൽ നിന്ന് ബിന്റെ വാല്യൂ കണ്ടുപിടിക്കുക. ഇനി അതേ സമയം നമ്മൾ കണ്ടുപിടിക്കുന്നത് എന്റെ വാല്യൂ ആണെന്ന് വിചാരിക്കുക. എ എന്ത് ചെയ്തു, ഒരു നമ്പറിൽ നിന്ന് വേറൊരു നമ്പർ മൈനസ് ചെയ്തപ്പോൾ എന്ത് ചെയ്തു, നമുക്ക് ആൻസർ കിട്ടി. ഈ ചെറിയ നമ്പറും രണ്ട് ചെറിയ നമ്പേഴ്സാണ് ഇവിടെ തന്നിട്ടുണ്ടായിരിക്കുക. ഇതിനേക്കാൾ ചെറിയ നമ്പർ ആയിരിക്കും എന്ത് ഇവിടെ ലഭിക്കുന്നത്, അല്ലെങ്കിൽ ചിലപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്യാൻ സാധ്യതയുണ്ട്. എന്നിരുന്നാലും എ എന്നുള്ള വാല്യൂ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി, സി പ്ലസ് ബി ചെയ്താൽ മതി. ഏറ്റവും വലിയ നമ്പർ ആയിരിക്കും എപ്പോഴും എ. ആയതുകൊണ്ട് എന്ത് ചെയ്യാം, ഇത് രണ്ടും ആഡ് ചെയ്ത് ഏറ്റവും വലിയ നമ്പർ ആയിരിക്കും ഇത് എ എന്നുള്ളത്. അപ്പോൾ എ ആണ് കണ്ടുപിടിക്കണമെങ്കിൽ, ഫസ്റ്റ് നമ്പറാണ് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, സി പ്ലസ് ബി, ബി പ്ലസ് സി അല്ലെങ്കിൽ സി പ്ലസ് ബി എന്നൊക്കെ പറയാം. ഈ രണ്ടാമത്തെ നമ്പറും ആൻസറും കൂടെ ആഡ് ചെയ്യാണ് വേണ്ടത്. ഇനി രണ്ടാമത്തെ നമ്പറാണ് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യുക, ഫസ്റ്റ് നമ്പറിൽ നിന്ന് ആൻസർ സബ്ട്രാക്ട് ചെയ്യാണ് വേണ്ടത്. ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ട ഏതാണ്, ബി എന്നുള്ളതാണ്. സെക്കൻഡ് നമ്പറാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ഈ വലിയ നമ്പർ എന്ന്, അതായത് 8,85,69,471 മൈനസ് 8,33,32,484 സബ്ട്രാക്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, ഇവിടുത്തെ ബി എന്നുള്ള ആൻസർ കിട്ടും. അപ്പൊ ഈ ഒരു ഇക്വേഷൻ നിങ്ങൾ പഠിച്ചു വെക്കണം. എ പ്ലസ് ബി ഈക്വൽ ടു സി, ദെൻ എ ഈക്വൽ ടു ബി സി മൈനസ് ബി. എ ആണ് ബി ആണ് കണ്ടുപിടിക്കുകയെങ്കിൽ സി മൈനസ് എ. ഇവിടെ ഇക്വേഷൻ എ മൈനസ് ബി ഈക്വൽ ടു സി ആണ്. രണ്ട് ഒരു നമ്പറിൽ നിന്ന് വലിയ നമ്പറിൽ നിന്ന് ചെറിയൊരു നമ്പർ മൈനസ് ചെയ്യുമ്പോൾ സി എന്നുള്ളൊരു വാല്യൂ കിട്ടുന്നു. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ ആണ് നമുക്കുള്ളെങ്കിൽ എ മൈനസ് ബി ഈക്വൽ ടു സി ആണെങ്കിൽ ബി കണ്ടുപിടിക്കാൻ, രണ്ടാമത്തെ നമ്പർ കണ്ടുപിടിക്കാൻ നമ്മൾ ചെയ്യേണ്ടത് ഫസ്റ്റ് നമ്പറിൽ നിന്ന് ആൻസർ സബ്ട്രാക്ട് ചെയ്യുക. ഇനി ഫസ്റ്റ് നമ്പർ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യുക, സി പ്ലസ് ബി രണ്ടാമത്തെ നമ്പറും ആൻസറും കൂടെ ആഡ് ചെയ്താൽ ഫസ്റ്റ് നമ്പർ കിട്ടും. ഇവിടെ നമുക്ക് ബി ആണ് ആൻസർ കിട്ടേണ്ടത്. ആയതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യും, ഈ നമ്പറിൽ നിന്ന് വലിയ നമ്പറിൽ നിന്ന് ആൻസർ ആയിട്ടുള്ള 8,33,32,484 എന്ത് ചെയ്യും, സബ്ട്രാക്ട് ചെയ്യാണ് വേണ്ടത്. ഓക്കെ, then sixth question, find the sum of the largest 8-digit number and the smallest 7-digit number. ഇത് സിമ്പിൾ ആണ്. സമ്മ് പറഞ്ഞ അഡീഷൻ ആണ്. ആഡ് നമ്മൾ അതിന്റെ ആൻസർ ആണ് അഡീഷൻ ചെയ്തിട്ട് അതിന്റെ ആൻസർ ആണ് കണ്ടുപിടിക്കേണ്ടത്. സമ്മ് ടോട്ടൽ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. എങ്ങനെയാണ്, ഇവിടെ നമ്പേഴ്സ് തന്നിട്ടില്ല, പക്ഷെ നമുക്ക് എന്താണ് ഹിന്റ് തന്നിട്ടുണ്ട്. ദ ലാർജസ്റ്റ് 8-digit നമ്പറും സ്മോളസ്റ്റ് 7-digit നമ്പറും കൂടെ എന്ത് ചെയ്യുക, ആഡ് ചെയ്യാണ് വേണ്ടത്. ഓക്കെ, അപ്പോൾ ലാർജസ്റ്റ് 8-digit നമ്പർ പറഞ്ഞാൽ എന്താണ്, നമുക്കറിയാം 9 8 ടൈംസ് ഇട്ടാൽ എന്ത് ചെയ്തു, നമുക്ക് എന്ത് കിട്ടി, ലാർജസ്റ്റ് 8-digit നമ്പറായി. ഇതെന്താണ്, ലാർജസ്റ്റ് 8-digit number. Largest 8-digit number is equal to 9,99,99,999. ഇത് 8-digit number ആണ്, ലാർജസ്റ്റ് ആണ്. ഓക്കെ, ഇനി സ്മോളസ്റ്റ് ആണെങ്കിൽ
സ്മോളസ്റ്റ് 7 ഡിജിറ്റ് നമ്പർ. സ്മോളസ്റ്റ് 7 ഡിജിറ്റ് നമ്പർ എങ്ങനെ കണ്ടുപിടിക്കും? 1 ഇടുക, അതിനുശേഷം എന്ത് ചെയ്യാം? 6 zeros ആഡ് ചെയ്യാം. ഓക്കെ, 1 ഇട്ടതിന് ശേഷം 6 zeros ആഡ് ചെയ്താൽ എന്ത് ചെയ്തു? 1 ശേഷം 6 zeros ഇട്ടാൽ എന്ത് ചെയ്തു? ഇത് 7 ഡിജിറ്റ് നമ്പറായി. ഓക്കെ, അപ്പോൾ ടോട്ടൽ എത്രയായി? ഇത് വായിക്കുക, 10 lakhും അതുപോലെ തന്നെ 9,99,99,999 കൂടെ എന്ത് ചെയ്യുക? ആഡ് ചെയ്യാണ് വേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ എന്താണ്? ഇതിപ്പോൾ ഇങ്ങനെ ആക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് അതിൻ്റെ പ്ലേസ് വാല്യൂ കറക്റ്റ് ആക്കിയിട്ടുണ്ട്. 9 + 0 9, 9 + 0 9, 9 + 0 9. അപ്പോൾ ടോട്ടൽ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? നമുക്ക് ഇതിൻ്റെ ആൻസർ 10 crore വരും. ഓക്കെ, അപ്പോൾ അതൊന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ ആൻസർ എന്ത് ചെയ്യും? നമുക്ക് കിട്ടും. അപ്പോൾ ലാർജസ്റ്റ് 8 ഡിജിറ്റ് നമ്പറും സ്മോളസ്റ്റ് 7 ഡിജിറ്റ് നമ്പറിൻ്റെയും സമ്മ എത്രയാണ്? സമ്മ കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. അപ്പോൾ ഇത് എന്ത് ചെയ്യുക? ഇതേപോലെ തന്നെ നെക്സ്റ്റ് സമ്മ ഈക്വൽ ടു ഇത് രണ്ടും കൂടെ എന്ത് ചെയ്യുക? ആഡ് ചെയ്തിട്ട് എഴുതിയാൽ മതി. ഓക്കെ, ക്ലിയർ അല്ലേ? 7th question. The population of Uttar Pradesh is 19,98,12,341 and that of Kerala is 33,87,677. By how much is the population of Uttar Pradesh is more than that of Kerala? ഇവിടെ പോപ്പുലേഷൻ ഓഫ് ഉത്തർപ്രദേശ് നൽകിയിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ എഴുതുക? പോപ്പുലേഷൻ ഓഫ് ഉത്തർപ്രദേശ് ഈസ് 19,98,12,341 and Kerala is 3 crore. Next the population of Kerala is equal to 3,33,87,671. നമ്മുടെ ക്വസ്റ്റ്യൻ എന്നുള്ളത് how much is the population of Uttar Pradesh more than that of Kerala? കേരളത്തിനേക്കാൾ എത്ര കൂടുതൽ പോപ്പുലേഷൻ ആരിലുണ്ട്? ഉത്തർപ്രദേശിലുണ്ട് എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഉത്തർപ്രദേശിന്റെയും കേരളത്തിന്റെയും പോപ്പുലേഷൻ രണ്ടും കൂടെ ആഡ് ചെയ്താൽ നമുക്ക് ടോട്ടൽ പോപ്പുലേഷൻ കിട്ടും. നമുക്ക് ടോട്ടൽ പോപ്പുലേഷൻ അല്ല ഇവിടെ കണ്ടുപിടിക്കേണ്ടത്, പകരം എന്താണ്? എത്ര കൂടുതലാണ്, കേരളത്തിനേക്കാൾ എത്ര കൂടുതലാണ് ഉത്തർപ്രദേശിലുള്ള പോപ്പുലേഷൻ എന്നാണ് അറിയേണ്ടത്. അപ്പൊ എന്ത് ചെയ്താൽ മതി? ഏറ്റവും കൂടുതൽ പോപ്പുലേഷൻ ഉത്തർപ്രദേശിലാണ്. അപ്പോൾ ഉത്തർപ്രദേശിൽ നിന്ന് കേരളത്തിന്റെ പോപ്പുലേഷൻ സബ്ട്രാക്ട് ചെയ്താൽ എന്ത് ചെയ്യും? കേരളത്തിനേക്കാൾ എത്ര പോപ്പുലേഷൻ എവിടെ ഉണ്ട്? ഉത്തർപ്രദേശിലുണ്ട് എന്ന് നമുക്ക് പറയാമോ? ഇപ്പൊ എന്താണ് നമ്മളുടെ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുവെച്ചെങ്കിൽ ആമിന വധൂതയുടെ കയ്യിൽ 5 സ്വീറ്റ്സ് ഉണ്ട്, മിഠായികൾ എന്താണ്? 5 മിഠായി ഉണ്ട്. അതേസമയം നസീഹയുടെ കയ്യിൽ എന്താണ്? 2 മിഠായിയാണുള്ളത്. ആമിന വധൂതയുടെ കയ്യിൽ 5 മിഠായി ഉണ്ട്, നസീഹയുടെ കയ്യിൽ 2 മിഠായി ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ് ചോദിക്കുന്നത്? നസീഹയേക്കാൾ ആമിന വധൂതയുടെ കയ്യിൽ എത്ര സ്വീറ്റ്സ് ഉണ്ട് എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? നമ്മൾ എങ്ങനെ ഇതാക്കുക? ടോട്ടല് ആമിന വധൂതയുടെ കയ്യിൽ 5 സ്വീറ്റ്സ് ഉണ്ട്, നസീഹയുടെ കയ്യിൽ 2 ഉള്ളൂ. അപ്പൊ 5 - 2 കഴിഞ്ഞാൽ 3. എന്താണ്? നസീഹയേക്കാൾ 3 മിഠായി കൂടുതലാണ് ആരുടെ കയ്യിൽ? വധൂതയുടെ കയ്യിൽ. ഓക്കെ, അപ്പൊ നമ്മൾ എന്താണ് ചെയ്തത്? അവിടെ 5 - 2 കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു? 5-ൽ നിന്ന് 2 സബ്ട്രാക്ട് ചെയ്താൽ നമുക്ക് ആൻസർ എന്ത് കിട്ടും? 3 കിട്ടും. അപ്പോൾ വധൂതയുടെ കയ്യിൽ 3 സ്വീറ്റ്സ് മോർ ദാൻ ദാറ്റ് ഓഫ് നസീഹ. നസീഹയുടെ കയ്യിലുള്ളതിനേക്കാൾ 3 മിഠായി ആരുടെ കയ്യിൽ കൂടുതലാണ്? വധൂതയുടെ കയ്യിൽ കൂടുതലാണ്. അപ്പൊ നമ്മൾ അവിടെ എന്താണ് ചെയ്തത്? ആരുടെ കയ്യിലാണോ കൂടുതലുള്ളത് അതിൽ നിന്ന് കുറവുള്ളത് സബ്ട്രാക്ട് ചെയ്യാണ് ചെയ്തത്. അതേപോലെ തന്നെയാണ് ഇവിടെയും ചെയ്യുന്നത്. ഉത്തർപ്രദേശിന്റെ പോപ്പുലേഷൻ 19,98,12,341 ആണ്. അതിൽ നിന്ന് കേരളത്തിന്റെ പോപ്പുലേഷൻ സബ്ട്രാക്ട് ചെയ്താൽ എന്ത് ചെയ്യും? കേരളത്തിനേക്കാൾ എത്ര പോപ്പുലേഷൻ കൂടുതലാണ് ഉത്തർപ്രദേശിൽ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ എന്ത് ചെയ്താൽ മതി? ഉത്തർപ്രദേശിന്റെ പോപ്പുലേഷനിൽ നിന്ന് കേരളത്തിന്റെ പോപ്പുലേഷൻ സബ്ട്രാക്ട് ചെയ്താൽ കിട്ടുന്ന ആൻസർ ആണ് എന്ത്? The population of Uttar Pradesh more than that of Kerala is equal to 19,98,12,341 minus 3,33,87,677. ഓക്കെ, അത് ക്ലിയർ ആയിട്ടുണ്ടാവും വിചാരിക്കുന്നു. അതെന്ത് ചെയ്യുക? ഇതേപോലെ നിങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് തന്നെ എഴുതണം കേട്ടോ. ഫസ്റ്റ് ദ പോപ്പുലേഷൻ ഓഫ് ഉത്തർപ്രദേശ് is equal to ആ വാല്യൂ എഴുതുക, നമ്പർ എഴുതുക. നെക്സ്റ്റ് ദ പോപ്പുലേഷൻ ഓഫ് Kerala is equal to 3,33,87,677.
Last third step, the population of Uttar Pradesh more than that of Kerala is equal to, ഇതെന്ത് ചെയ്യുക, സബ്ട്രാക്ട് ചെയ്യുക, അതിൻ്റെ ആൻസർ എഴുതുക. ഓക്കെ, 3 സ്റ്റെപ്സ് ആണ് ഉണ്ടായിരിക്കുക. Are you clear? 8th question. Rahul's brother joins a college. The tuition fee for the first year is rupees 55,567. The other expenses for the year amount to rupees 25,679. What are the total expenses for the year? By how much is the tuition fee more than the other expenses? ഇവിടെ 2 ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾക്ക് നൽകിയിട്ടുള്ളത്. ഇപ്പൊ രാഹുൽസ് ബ്രദർ ജോയിൻസ് എ കോളേജ്, രാഹുലിന്റെ ബ്രദർ ഒരു കോളേജിൽ ജോയിൻ ചെയ്തു. അവിടുത്തെ ട്യൂഷൻ ഫീ, ഒരു വർഷത്തെ ഫസ്റ്റ് ഇയർ ട്യൂഷൻ ഫീ നമുക്ക് നൽകിയിട്ടുണ്ട് 55,567. ആൻഡ് ദ അതർ എക്സ്പെൻസസ്, ഒരു കോളേജിൽ ചേരുമ്പോൾ ഈ ട്യൂഷൻ ഫീ മാത്രമല്ലല്ലോ, വേറെ കുറച്ച് എക്സ്പെൻസ്, അതർ എക്സ്പെൻസസുകളും ഉണ്ടായിരിക്കും. ആ ഒരു വർഷത്തെ അതർ എക്സ്പെൻസസ് വന്നതിനാണ് 25,679 ആണ്. അപ്പൊ ടോട്ടൽ ഈ ട്യൂഷൻ ഫീയും അതർ എക്സ്പെൻസസും ഒക്കെ കൂട്ടി വാട്ട് ആർ ദ ടോട്ടൽ എക്സ്പെൻസസ് ഫോർ ദ ഇയർ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അതിന് എന്ത് ചെയ്താൽ മതി, ടോട്ടൽ എക്സ്പെൻസ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി, നമുക്ക് ട്യൂഷൻ ഫീയും നൽകിയിട്ടുണ്ട്, അതർ എക്സ്പെൻസും നൽകിയിട്ടുണ്ട്. അപ്പൊ ടോട്ടൽ എക്സ്പെൻസ് ഫോർ ദ ഇയർ, ദ ടോട്ടൽ എക്സ്പെൻസസ് ഫോർ ദ ഇയർ ഈക്വൽ ടു എന്ത് ചെയ്താൽ മതി, ട്യൂഷൻ ഫീയും അതുപോലെ തന്നെ അതർ എക്സ്പെൻസസും എന്ത് ചെയ്താൽ മതി, ആഡ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ടോട്ടൽ എക്സ്പെൻസസ് ഫോർ ദ ഇയർ നമുക്ക് കിട്ടും. അടുത്ത അതിൽ തന്നെയുള്ള രണ്ടാമത്തെ ഒരു ക്വസ്റ്റ്യൻ, ബൈ ഹൗ മച്ച് ഈസ് ദ ട്യൂഷൻ ഫീ മോർ ദാൻ ദ അതർ എക്സ്പെൻസസ്. അതർ എക്സ്പെൻസസിനേക്കാൾ എത്ര കൂടുതലാണ് ട്യൂഷൻ ഫീ എന്നാണ് ചോദിക്കുന്നത്. അതിപ്പോൾ നമ്മൾ മുന്നേ ചെയ്ത അതേ മെത്തേഡ് ക്വസ്റ്റ്യൻ ആണ്. ട്യൂഷൻ ഫീ അതർ എക്സ്പെൻസസിനേക്കാൾ എത്ര കൂടുതലാണെന്ന് അറിയാൻ എന്ത് ചെയ്താൽ മതി, ട്യൂഷൻ ഫീയിൽ നിന്നും അതർ എക്സ്പെൻസസ് സബ്ട്രാക്ട് ചെയ്താൽ എന്ത് ചെയ്തു, നമുക്ക് എത്ര കൂടുതലാണ്, അതർ എക്സ്പെൻസസിനേക്കാൾ എത്ര കൂടുതലാണ് ട്യൂഷൻ ഫീ എന്ന് കിട്ടും. അപ്പോൾ ഇതില് 4 സ്റ്റെപ്സ് വരും. ഫസ്റ്റ് എന്താണ്, ഫസ്റ്റ് സ്റ്റെപ്പ്, ദ ട്യൂഷൻ ഫീ ഫോർ ദ ഫസ്റ്റ് ഇയർ ഈക്വൽ ടു 55,567. നെക്സ്റ്റ് സ്റ്റെപ്പ്, ദ അതർ എക്സ്പെൻസസ് ഫോർ ദ ഇയർ ഈക്വൽ ടു 25,679. ആൻഡ് തേർഡ് സ്റ്റെപ്പ് ഈക്വൽ ടു ദ ടോട്ടൽ എക്സ്പെൻസസ് ഫോർ ദ ഇയർ ഈക്വൽ ടു 55,567 പ്ലസ് 25,679. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ആൻസർ കിട്ടും. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യനുള്ള ആൻസർ ആയി. നമുക്ക് അതിൽ ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. അപ്പോൾ അത് എന്ത് ചെയ്യുക, ഫോർത്ത് സ്റ്റെപ്പ് ആയിട്ട് എഴുതാം. ദ ട്യൂഷൻ ഫീ മോർ ദാൻ ദ അതർ എക്സ്പെൻസസ് ഈക്വൽ ടു എന്ത് ചെയ്യുക, ട്യൂഷൻ ഫീയിൽ നിന്നും അതർ എക്സ്പെൻസസ് സബ്ട്രാക്ട് ചെയ്യുക. 55,567 മൈനസ് 25,679. അപ്പൊ എന്ത് ചെയ്തു, നമുക്ക് ട്യൂഷൻ ഫീ മോർ ദാൻ ദ അതർ എക്സ്പെൻസസ് ഈക്വൽ ടു ആൻസർ കിട്ടും. അപ്പൊ ഇവിടെ അഡീഷനും വരുന്നുണ്ട്, സബ്ട്രാക്ഷനും വരുന്നുണ്ട്. അത് രണ്ടും എന്ത് ചെയ്യണം, തേർഡ് സ്റ്റെപ്പിൽ അഡീഷൻ ആണ് വരുന്നത്, ഫോർത്ത് സ്റ്റെപ്പിൽ മോർ ദാൻ എക്സ്പെൻസസ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യുക, സബ്ട്രാക്ഷൻ ആണ് ചെയ്യുന്നത്. ഓക്കെ, ആർ യു ക്ലിയർ? 9th question. Late travels at a speed of 29 crore 97,92,458 meter per second. If a ray of light has already traveled 10 crore 19,99,798 meter, how much distance is left to be covered by it in that second? ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ലേറ്റ് ട്രാവൽ ചെയ്യുന്ന സ്പീഡാണ് പറയുന്നത്. അത് ലേറ്റ് ട്രാവൽ ചെയ്യുന്ന സ്പീഡ് പറഞ്ഞാൽ 29 crore 97,92,458 ആണ്, മീറ്റർ ആണ് പെർ സെക്കൻഡ്. ഒരു സെക്കൻഡിൽ 29 crore 97,92,458 മീറ്റർ ട്രാവൽ ചെയ്യും ഒരു റേ. ഒരു സെക്കൻഡിൽ ട്രാവൽ ചെയ്യുന്നതാണ് ഇത്രയും മീറ്റർ. ഇഫ് എ റേ ഓഫ് ലൈറ്റ് ഹാസ് ഓൾറെഡി ട്രാവൽഡ്, ഒരു ലൈറ്റ് എന്ത് ചെയ്തു, ലൈറ്റ് റേ 10 crore 19,99,798 മീറ്റർ ട്രാവൽ ചെയ്തു എന്ന് വിചാരിക്കുക. എങ്കിൽ ഇനി എത്ര കവർ ചെയ്യണമെന്ന, ആ സെക്കൻഡിൽ ഈ ഒരു നമുക്കൊരു സെക്കൻഡിൽ ലൈറ്റ് കവർ ചെയ്യുന്നത് നമുക്കിവിടെ നൽകിയിട്ടുണ്ട്. അതിലോട്ട് എത്താൻ വേണ്ടിയിട്ട് ഇനി എത്ര ആ റേ ട്രാവൽ ചെയ്യണം എന്നുള്ളതാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ. അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി, നമ്മൾ മുന്നേ ചെയ്ത അതേപോലെ തന്നെ എന്ത് ചെയ്യാം, ഫസ്റ്റ് സ്റ്റെപ്പ് എഴുതുക, ലൈറ്റ് ട്രാവൽ അറ്റ് എ സ്പീഡ് ഈക്വൽ ടു 29, അല്ലെങ്കിൽ ഫസ്റ്റ് ഇതെങ്ങനെ കൊടുക്കുക, ലൈറ്റ് ട്രാവൽസ് പെർ സെക്കൻഡ് at a speed of light per second is equal to 29
crore 97,92,458 മീറ്റർ എന്ന് കൊടുക്കാം. സെക്കൻഡിൽ ലൈറ്റിനുള്ള ട്രാവൽ അല്ലെങ്കിൽ ഡിസ്റ്റൻസ് കൊടുക്കാം. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ത് ചെയ്യാം? ദ റേ ഓൾറെഡി ട്രാവൽഡ് is equal to 10 crore 19,99,798 meter. ഓക്കെ, എന്നിട്ട് അടുത്ത് എന്ത് ചെയ്യാം? The distance is left to be covered by it in that second. ഓക്കെ, അങ്ങനെ ചെയ്താൽ എന്ത് ചെയ്യും? നമുക്ക് ഏത് ഇത് ചെയ്താൽ മതി? ഒരു സെക്കൻഡിൽ ഇത്രയും മീറ്റർ ആണ്. അപ്പോൾ ഓൾറെഡി 10 crore സംതിങ് എന്ത് ചെയ്തു? ട്രാവൽ ചെയ്തിട്ടുണ്ട്. ഇനി എത്ര ട്രാവൽ ചെയ്യണമെന്ന് അറിയാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി? 29 crore സംതിങ് ഒന്ന് 10 crore സംതിങ് എന്ത് ചെയ്യാം? സബ്ട്രാക്ട് ചെയ്താൽ മതി. അപ്പോൾ എന്ത് ചെയ്യുന്നു? ഇനി എത്ര കവർ ചെയ്യണം എന്നുള്ളത് എന്ത് ചെയ്യും? നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് ഇത് കുറച്ച് ഇതാവുകൊണ്ട് ഞാൻ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ത് എഴുതാം? The distance traveled by a per second എന്ന് കൊടുക്കുക. The distance traveled by a light ray per second. ഒരു സെക്കൻഡിൽ ട്രാവൽ ചെയ്യുന്ന ലൈറ്റ് ഡിസ്റ്റൻസ് എന്ത് ചെയ്യാം? നമുക്കിവിടെ നൽകിയിട്ടുണ്ട് 29 crore 97,92,458. അത് ആ വാല്യൂ ഇവിടെ എഴുതുക. സെക്കൻഡ് ഇത് എന്ത് ചെയ്യാം? ഇവിടെ നമുക്ക് സെക്കൻഡ് സ്റ്റെപ്പായിട്ട് എന്ത് എഴുതാം? ഇവിടെ ഓൾറെഡി ട്രാവൽ ചെയ്ത് ലൈറ്റ് റേ a ray of light has already traveled is equal to 10 crore 19,99,798 meter. യൂണിറ്റും കൂടെ ഒപ്പം കൊടുക്കണം കേട്ടോ. ലാസ്റ്റ് തേർഡ് സ്റ്റെപ്പ് എന്ത് ചെയ്യുക? The distance is left to be covered by it in that second. എന്നിട്ട് എന്ത് ചെയ്യുക? ഈ ലാർജർ വാല്യൂ നിന്ന് സ്മോളർ വാല്യൂ സബ്ട്രാക്ട് ചെയ്തിട്ട് ആൻസർ എഴുതിയാൽ മതി. ഓക്കെ, ഇത്രയും ക്ലിയർ ആയോ? അത് പറയാട്ടോ, ഒന്നുകൂടെ ശ്രദ്ധിക്കുക. നമ്മളിവിടെ പറയുന്നത്, ഇവിടെ നമുക്ക് ക്വസ്റ്റ്യനിൽ സ്പീഡാണ് തന്നിരിക്കുന്നത്. സെക്കൻഡിലുള്ള ആ ലൈറ്റ് റേന്റെ സ്പീഡാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ആയതുകൊണ്ട് ഫസ്റ്റ് സ്റ്റെപ്പ് എഴുതുമ്പോൾ ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ എ ലൈറ്റ് പെർ സെക്കൻഡ് പറഞ്ഞ ഇവിടെ ഡിസ്റ്റൻസ് ആണ് നമ്മൾ കൊടുക്കുന്നത്. ഡിസ്റ്റൻസ് കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? അത് മീറ്ററിൽ എഴുതാം. അതായത് 29 crore 97,92,458 മീറ്റർ എന്നാണ് നമ്മൾ അവിടെ എഴുതേണ്ടത് കേട്ടോ. മീറ്റർ പെർ സെക്കൻഡ് എന്ന് എഴുതണ്ട, പകരം എന്ത് ചെയ്യാം? മീറ്റർ എന്നാണ് നമ്മൾ എഴുതേണ്ടത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ എഴുതേണ്ടത് ഇവിടെ ഉള്ള തന്നെ എ റേ ഓഫ് ലൈറ്റ് ഹാസ് ഓൾറെഡി ട്രാവൽഡ് ഈക്വൽ ടു ഈ വാല്യൂ ഇത്രയും മീറ്റർ. ലാസ്റ്റ് ഹൗ മച്ച് ഒരിക്കലും നമ്മൾ സ്റ്റെപ്സിൽ ക്വസ്റ്റ്യൻ വേർഡ്സ് യൂസ് ചെയ്യില്ല. ആയതുകൊണ്ട് തന്നെ ദ ഡിസ്റ്റൻസ് ഈസ് ലെഫ്റ്റ് ടു ബി കവേർഡ് ബൈ ഇറ്റ് ഇൻ ദാറ്റ് സെക്കൻഡ് ഈക്വൽ ടു എന്ത് ചെയ്താൽ മതി? ഫസ്റ്റ് വാല്യൂവിൽ നിന്ന് ലാർജർ വാല്യൂവിൽ നിന്ന് സ്മോളർ വാല്യൂ സബ്ട്രാക്ട് ചെയ്തിട്ട് ആൻസർ എഴുതിയാൽ മതി. അപ്പോൾ അതിന്റെ ആൻസർ എന്ത് ചെയ്തു? കറക്റ്റ് ആയിട്ട് നമുക്ക് ലഭിക്കും.